എല്ലാവർക്കും ഫിൻസൈറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ ടാറ്റ മോട്ടോഴ്സിലെടുത്ത ഒരു സ്വിംഗ് ട്രേഡാണ്. ഞാൻ നോർമലി ഈ സ്വിംഗ് ട്രേഡുകൾ എടുക്കുമ്പോൾ ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഈ ഒരു ട്രേഡ് എടുത്തപ്പോൾ ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാൻ മറന്നു. പിന്നെ കുറച്ച് ലേറ്റായി. പിന്നെ ഞാൻ ഇതിനെക്കുറിച്ച് ഓർത്തപ്പോൾ കുറച്ച് ലേറ്റായി. പിന്നെ ആ ഒരു പോയിന്റിൽ പിന്നെ അപ്ഡേറ്റ് ചെയ്തിട്ട് നിങ്ങൾ എൻട്രി കുറച്ച് ലേറ്റായിട്ട് എടുക്കണ്ട, റിസ്ക് റിവാർഡൊക്കെ മോശമാവുമല്ലോ എന്ന് വെച്ച് പിന്നെ ഞാൻ അപ്ഡേറ്റ് ചെയ്തില്ല. അപ്പോൾ അതിന് സോറി. ഇനി ഞാൻ പറ്റുന്ന എല്ലാ ട്രേഡുകളും ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഈ ട്രേഡ് എടുത്തതിൻ്റെ പിന്നിലെ ലോജിക്കാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങളിപ്പോൾ കാണുന്നത് ടാറ്റ മോട്ടറിൻ്റെ 1 hour ടൈം ഫ്രെയിമുള്ള ഒരു ചാർട്ടാണ്. അപ്പോൾ ഈ ചാർട്ട് ഞാൻ കുറച്ച് സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലീൻ ആയിട്ട് ഒരു ട്രയാങ്കിൾ പാറ്റേൺ ഇവിടെ ഫോം ചെയ്യുന്നത് കാണാം അല്ലേ. അതായത് ലോവർ ഹൈസും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഹയർ ലോസും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പെർഫെക്റ്റ് ട്രയാങ്കിൾ പാറ്റേൺ ആണ് ഇവിടെ ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ട്രയാങ്കിൾ പാറ്റേൺ ഫോം ചെയ്ത് തുടങ്ങിയത് 14th September തൊട്ടാണ് ഈ ട്രയാങ്കിൾ പാറ്റേണിൻ്റെ ഒരു ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ മാർച്ചിൽ കൊറോണ വന്നിട്ടുള്ള ഡിപ്പില്ലേ, ആ ഒരു പോയിന്റ് തൊട്ട് ഈ ഒരു ട്രെൻഡ് ലൈനെ റെസ്പെക്ട് ചെയ്തിട്ടാണ് ടാറ്റ മോട്ടർ പോകുന്നത്. അപ്പോൾ ട്രയാങ്കിൾ പാറ്റേൺ ഫോം ചെയ്തത് സെപ്റ്റംബർ തൊട്ടാണെന്നുണ്ടെങ്കിലും ഈ ഒരു ബോട്ടം ട്രെൻഡ് ലൈൻ ഏപ്രിൽ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഏപ്രിൽ 3rd തൊട്ട് ഈ ഒരു ട്രെൻഡ് ലൈനെ റെസ്പെക്ട് ചെയ്തിട്ടാണ് ടാറ്റ മോട്ടർ പോകുന്നത്. അപ്പോൾ ഇതൊരു സ്ട്രോങ് ട്രെൻഡ് ലൈനാണ്, ഒരു പെർഫെക്റ്റ്ലി വാലിഡ് ട്രെൻഡ് ലൈൻ ആണ് ഇതെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ഈ ട്രെൻഡ് ലൈൻ ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ പോയി അവസാനം ഈ 14 September എത്തി തുടങ്ങിയപ്പോൾ ഈ ട്രയാങ്കിൾ പാറ്റേൺ ഫോം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ November 10 ഈ ട്രയാങ്കിൾ പാറ്റേൺ ബ്രേക്ക് ചെയ്യുന്നത് തന്നെ നല്ലൊരു ഗ്യാപ്പപ്പിലാണ്. അതിൻ്റെ കഴിഞ്ഞ ദിവസം 141 ക്ലോസ് ചെയ്തിട്ട് പിന്നെ ഓപ്പൺ ചെയ്യുന്നത് 143 അപ്പോൾ ഒരു നല്ല ഗ്യാപ്പപ്പിലാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. പക്ഷെ നമ്മുടെ എൻട്രി ഇവിടെ 142 നമ്മുടെ എൻട്രി ഇവിടെ നിൽക്കുന്നത് 139 rupees. അപ്പോൾ നമ്മുടെ എൻട്രി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഞാൻ എൻട്രി എടുത്ത ദിവസം എന്ന് പറയുന്നത് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. നമ്മുടെ എൻട്രി എന്ന് പറയുന്നത് 6th November ഇവിടെ ഈ നമ്മൾ എൻട്രി ചെയ്ത പോയിന്റ് 139.3 or 4 അങ്ങനെ എന്തോ ഒരു പ്രൈസിലാണ് നമ്മൾ എൻട്രി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഒരു തെറ്റില്ലാത്തൊരു വോളിയത്തിൻ്റെ ഒരു സ്പൈക്കും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. മറ്റ് ദിവസങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു വോളിയം സർജ് ഉണ്ടെന്ന് കാണാൻ സാധിക്കും. അതായത് ബയേഴ്സ് നല്ലപോലെ അന്നത്തെ ദിവസം ഉണ്ട്. അതിനെ സൂചിപ്പിക്കാനായിട്ട് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയ്ക്ക് വലിയൊരു ഗ്രീൻ ഷാഡോയും കൂടി ഒരു വിക്ക് കൂടി ഈ ക്യാൻഡലിന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ബയേഴ്സ് അത്രയ്ക്കധികം പ്രൈസിനെ മുകളിലോട്ട് കൊണ്ടുപോയിട്ടാണ് തിരിച്ച് താഴോട്ട് വന്നിട്ട് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ബയേഴ്സ് നല്ലപോലെ ഉണ്ട് എന്ന് മനസ്സിലായി. ബയേഴ്സ് ഈ ഒരു പോലെ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. പിന്നെ അതും കൂടാതെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു വൈറ്റ് ലൈൻ കണ്ടില്ലേ, ഇത് ഈ ടാറ്റ മോട്ടറിൻ്റെ ഒരു റെസിസ്റ്റൻസ് ലെവലായിരുന്നു. അപ്പോൾ ഈ ട്രയാങ്കിൾ പാറ്റേണിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെ ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ടാറ്റ മോട്ടർ. അപ്പം ഞാൻ അതിന് തന്നെയാണ് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു പോയിന്റിലൊക്കെ എൻട്രി എടുക്കായിരുന്നു. ഒരു 132 അല്ലെങ്കിൽ ഒരു 134 എനിക്ക് എൻട്രി എടുക്കാനായിട്ട് സാധിച്ചേനെ. പക്ഷെ ഞാൻ അവിടെ എൻട്രി എടുക്കാത്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഒരു മുകളിലോട്ടുള്ള ബ്രേക്ക് ഔട്ടിന് പകരം താഴോട്ടേക്കുള്ള ഒരു ബ്രേക്ക് ഡൗൺ ആയേനെ. അപ്പം ഞാൻ ഒരു ചാൻസ് എടുക്കാനായിട്ട് താല്പര്യപ്പെട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്ത് നിന്നു. ഒരുവിധ പ്രശ്നമില്ല. ഇവിടെ അങ്ങനെ ഞാൻ എൻ്റർ ചെയ്തു 139 എന്നൊരു റേഞ്ചിൽ ഈ ബ്രേക്ക് ഔട്ട് ഈ ഒരു റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത് അത് സസ്റ്റെയിൻ ചെയ്തെന്ന് ഉറപ്പ് വരുത്തിയിട്ടും ഇവിടെ എൻ്റർ ചെയ്തിട്ട് എന്തുണ്ടായെന്ന് വെച്ചാൽ ട്രയാങ്കിളിനെ ബ്രേക്ക് ചെയ്തു. ട്രയാങ്കിൾ ബ്രേക്ക് ചെയ്തിട്ട് പിന്നെ കിട്ടിയിട്ടുള്ള ഒരു അപ്പ് മൂവ്മെന്റ് എന്ന് പറയുന്നത് അടിപൊളി ഒരു അപ്പ് മൂവ്മെന്റ് ആണ്. അതിൻ്റെ ഇടയിൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയ്ക്ക് നല്ല പോലെ ഒരു ട്രയാങ്കിൾ പാറ്റേൺ ബ്രേക്ക് ഔട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഒരുവിധപ്പെട്ട കുറേ റെസിസ്റ്റൻസുകളൊക്കെ അത് ബ്രേക്ക് ചെയ്യുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഇവിടെ ഈ ഒരു റെസിസ്റ്റൻസ് കൂടി ടാറ്റ മോട്ടോർ ബ്രേക്ക് ചെയ്തിട്ട് പിന്നെ എത്ര നല്ലൊരു മൂവാണ് കിട്ടിയതെന്ന് നിങ്ങൾ നോക്കിയേ. എൻ്റെ എക്സിറ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഇവിടെയാണ്, ഒരു 143.9 ആ റേഞ്ചിലാണ് ഞാൻ എക്സിറ്റ് ചെയ്തത്. അപ്പോൾ തന്നെ നമുക്ക് എത്ര പെർസെൻറ്റേജ് കിട്ടിയെന്ന് നോക്കാം. ഇവിടെ തൊട്ട് ഒരു ഓൾമോസ്റ്റ് 10% റിട്ടേൺ നമുക്ക് കിട്ടിയത് ജസ്റ്റ് ഒരു 10 ദിവസം പോലും എടുത്തില്ല. അതിനുള്ളിൽ നമുക്ക് ഒരു 8 ദിവസത്തിനുള്ളൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് 10% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് പറ്റി. ഇനി ഇന്നലെയാണ് ഞാൻ സ്ക്വയർ ഓഫ് ചെയ്തത്. സ്ക്വയർ ഓഫ് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്നലെ കാലത്ത് തന്നെ ഞാൻ സ്ക്വയർ ഓഫ് ചെയ്തു. കാരണം
ഈ ഒരു 153 154 എന്ന് പറയുന്നത് ഒരു റെസിസ്റ്റൻസ് ലെവലാണ്. അപ്പോൾ ഞാൻ ആ റെസിസ്റ്റൻസ് ലെവലിൽ മുമ്പ് തട്ടിയിട്ട് ഇവിടെ നിങ്ങൾ കണ്ടില്ലേ, ആ റെസിസ്റ്റൻസിൽ തട്ടിയിട്ട് തിരിച്ച് താഴോട്ട് വന്നിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു സപ്പോർട്ടിൽ റീടെസ്റ്റ് ചെയ്തിട്ടാണ് തിരിച്ചു കയറിയത്. അപ്പോൾ എനിക്ക് ഡൗട്ടായി, ഇവിടെ ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്നൊരു ഡൗട്ടായതുകൊണ്ട് ഞാൻ ഇവിടെ എക്സിറ്റ് ചെയ്തു. ഞാൻ നോക്കിയില്ല, എനിക്ക് 10% പ്രോഫിറ്റ് കിട്ടി. പിന്നെ കൂടുതൽ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇവിടെ എക്സിറ്റ് ചെയ്തിട്ടും പിന്നെ ഇന്നൊരു ദിവസം കൊണ്ട് മാത്രം എത്ര നല്ലൊരു അപ്പ് മൂവ്മെൻ്റാണ് കിട്ടിയെന്ന് നോക്കിയേ. അപ്പോൾ എക്സിറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ഒരു ദിവസം കൂടി വെയിറ്റ് ചെയ്തു വരുന്നുണ്ടെങ്കിൽ എനിക്കൊരു അഡീഷണൽ ഒരു 8% കൂടി, അതായത് 18% പ്രോഫിറ്റ് കിട്ടിയേനെ ഒറ്റ ദിവസം കൊണ്ട് കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത്, നമ്മൾ കുഴപ്പമില്ല, നമുക്ക് 10%ഓളം റിട്ടേൺ കിട്ടി, ഒരുവിധ പ്രശ്നമില്ലാണ്ട് 10% റിട്ടേൺ കിട്ടി. നമ്മൾ കൂടുതലും നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ടാറ്റ മോട്ടോർ നിൽക്കുന്നത് 166 ഞാൻ ഇന്നലെ എക്സിറ്റ് ചെയ്തത് 153. ഒരു ദിവസം കൂടി കഴിഞ്ഞപ്പോൾ എത്ര രൂപയാണ് കൂടിയത്? ഓൾമോസ്റ്റ് ഒരു 8%ഓളാണ് ടാറ്റ മോട്ടോർ വീണ്ടും കയറിയിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, അതൊന്നും പ്രശ്നമില്ല നമുക്ക്. അപ്പോൾ അങ്ങനെ വേറൊരു റീസൺ കൂടി ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളപ്പോൾ പറഞ്ഞിട്ടുള്ള റീസൺ വോളിയം സ്പൈക്ക് കണ്ടു, ട്രയാങ്കിൾ പാറ്റേണിൽ ബ്രേക്ക് ഔട്ട് കണ്ടു, അതും കൂടാതെ ഒരു മേജർ റെസിസ്റ്റൻസ് ഇവിടെ ബ്രേക്ക് ചെയ്തു. പിന്നെ ഒരു റീസൺ കൂടി ഉണ്ട്, ആർ എസ് ഐ ഇവിടെ വളരെ ബുളിഷ് ആയിട്ടാണ് നിൽക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 70 റീജിയനിലായിരുന്നു ആർ എസ് ഐ നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ആർ എസ് ഐയും ഒരു ബുള്ളിഷ്നെസ് ആണ് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത്രയ്ക്കൊക്കെ ഈ ഒരു റീസണുകളുടെ ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ടാറ്റ മോട്ടോറിൻ്റെ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്വിംഗ് പിക്കിൻ്റെ പിന്നിലുള്ള ലോജിക്ക്, റീസൺ മനസ്സിലായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, വീഡിയോ യൂസ്ഫുൾ ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഫിൻസൈറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.